എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ അതായത് വെളുപ്പിനെ 4 മണിയായപ്പോൾ നമ്മൾ എണീറ്റ് കണിച്ചൂക്കുളങ്ങര ചെത്തി കടപ്പുറത്ത് പോയി ഇടയ്ക്ക് നാക്കൊക്കെ കൊടുക്കും. അപ്പോൾ കടപ്പുറത്ത് പോയി നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവോലി പിടിച്ചോട്ടോ. ചൊറിയിട്ടല്ലേ? കൊച്ചു കണ്ടോ മര്യാദക്ക് ഇരിക്കുന്നേ ഉണ്ടോ? കൊച്ചിന് ചൊറിയത്തൊന്നുമില്ല. കൊച്ചാ മേടിക്കല്ലേ? കൊച്ചു മര്യാദക്ക് ഇരിക്കൊന്നുമല്ല. എടുത്തോണ്ട് ഉപ്പ് വാരി തിന്നുവാ. സാരമില്ല, ഒരു ശകല ഉപ്പല്ലേ ഉള്ളൂ അല്ലേ? അതെ, നമ്മള് ഉപ്പിനകത്ത് കിടന്ന് മീനല്ലേ തിന്നുന്നത് അല്ലേ? പിന്നെ ഇച്ചിരി ഉപ്പ് തിന്നാ കുഴപ്പം. ചെമ്മീൻ നമ്മൾ മേടിച്ചല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടായിരുന്നു. മത്തിയും പിന്നെ കുഞ്ഞു പൊടിമീൻ കുറച്ചുണ്ടായിരുന്നു. അതെ, കുഞ്ഞു പൊടി. പിന്നെ ഇത് കുറച്ച് ചെമ്മീനേ ഉള്ളൂ. ഇത് കുഞ്ഞിക്കിളിക്ക് വേണമല്ലേ ഫ്രൈ. അപ്പോൾ അതേ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ലപോലെ കഴുകിയെടുക്കാം. ആദ്യം ആ വലുത് ഇങ്ങോട്ട് ഇട്ട് തിരുമ്മി എടുത്തോ. വലുത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഉപ്പ് കല്ലിട്ടാ തിരുമുന്നത്. ചുരുവിടെ വലിയ അയലയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ സൂര്യ? പക്ഷേ ഉച്ചയ്ക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലേ, ഒരു അമോണിയായോ ഒന്നും ഇടാത്ത നല്ല മീനല്ലേ? നല്ല പിടയ്ക്കുന്ന മീനായിരുന്നു. അല്ല, നല്ല വെളുത്തല്ലേ ഇപ്പോൾ അത്? ഉപ്പിട്ട് വെച്ചപ്പോൾ. ഇപ്പം ഇതുകൂടെ കഴിക്കോ? ആ വെള്ളം ഉപ്പിട്ട് ഞാൻ തിരുമ്മിതാ നല്ലപോലെ. ഈ ഫ്രഷ് മീനിൻ്റെ കണ്ണ് നല്ല കറുത്തിരിക്കും അല്ലേ? അപ്പം ഞങ്ങൾ മീനൊക്കെ കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. അയ്യോ, സർപ്രൈസ് പൊളിച്ചല്ലോ. വണ്ടി എടുത്തു കൂട്ടി. നേരെ 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 പോട്ടെ. അതെ, നമ്മൾ വണ്ടിയൊക്കെ നീക്കിയിട്ട് കിച്ചൺ തുറന്നു. അടുക്കളയൊന്നും ഉപയോഗിക്കാതെ കിടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മഴയും പെയ്തില്ല. അതുകൊണ്ട് ചെറിയൊരു പൂപ്പലൊക്കെ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടയ്ക്കാൻ നല്ലപോലെ. ഗ്യാസൊക്കെ കണക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റൗ മാറി കേട്ടോ. നമ്മളിത് ലഡാക്കിന് കൊണ്ടുപോയ പഴയ സ്റ്റൗ ആയത്. അപ്പോൾ അതെടുത്ത് നമുക്ക് അതാകുമ്പം പെട്ടെന്ന് പണി തരുമല്ലോ. 2 അടുപ്പുണ്ട്. അപ്പോൾ നമുക്കേ ആദ്യം നമ്മുടെ ആവോലിയിലെ മുളകൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. ആവോലി നമുക്കിന്ന് വാഴയിലക്കകത്ത് കുക്കറിനകത്ത് ഫ്രൈ ചെയ്യാം. കയ്യിലൊക്കെ മുളകാവും, പിന്നെ നീറും. അതെ, ഞാൻ ഈയിടെ ഒരു ദിവസം പച്ചമുളക് ഒന്ന് പരീക്ഷിച്ചായിരുന്നു. മൂക്കിലൊക്കെ തേച്ചായിരുന്നു. അതെ, കുറച്ച് പച്ചമുളക് പരീക്ഷിച്ചു. അതുപോലെ മുട്ട പൊരിക്കാൻ പോയി, കുറച്ചൊന്ന് കൈയും പൊള്ളിച്ചു. അതെ, അതൊക്കെ ശരിയായോ? എന്നിട്ട് ഇവിടെ അടുക്കളയ്ക്കകത്ത് സാധനമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇതെല്ലാം പെറുക്കി ഇവിടെ വെക്കേണ്ടി വന്നു. കിടക്കണോ? നോക്കട്ടെ. ഞങ്ങളുടെ കൂടെ പോരല്ലോ ലോയയില്. അമ്മയൊക്കെ എന്തിനാ അല്ലേ? കണ്ടോ? എനിക്ക് പിന്നെ കൊച്ചു കാലൊന്നും മാറത്തില്ലല്ലേ? അപ്പോഴേ എന്തൊക്കെയാണ് ഐറ്റംസ്? അയല എന്ത് ചെയ്തു? അയല ഇതേ കഴുകി ചട്ടിക്കകത്ത് വെച്ചേക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. ഇത് അയല കുറച്ച് നമുക്ക് കറി വെക്കാം, കുറച്ച് നമുക്ക് വാഴയിലേക്കകത്ത് പൊള്ളിക്കാം. പിന്നെ ഇത് മത്തി, കുഞ്ഞു മത്തി അല്ലായിരുന്നോ? ഇത് കുറച്ച് തോരൻ വെക്കാം. ചെമ്മീൻ മുളക് വരട്ടി വെച്ചാൽ നാളെ. എല്ലാം കൂടെ ഉള്ള സമയമില്ല. ക്ഷമിക്കടോ നാളെ ആട്ടടോ. പിന്നെ ഇത് നമുക്ക് കുക്കറിനകത്ത് വെച്ച് വാഴയിലേക്കകത്ത് പൊള്ളിക്കാം. കുറച്ച് കൊടുത്തേ. ചെമ്മീനോ? ആദ്യം നമുക്ക് ഇതൊന്ന് മുളക് വരട്ടി വെക്കാം. മുളകൊക്കെ പിടിക്കട്ടതല്ലേ?
ഇളക്കാം ഇളക്കാം. ഇട്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ മഞ്ഞൾപ്പൊടിയാണ്. മതി 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 മതി, ധാരാളം. ഇത്തിരി ഉപ്പൂടെ വേണം. ഈ ഉപ്പ് ഞാൻ ഇട്ടോളാം. അയ്യോ വേണ്ട വേണ്ട, ഉപ്പിട്ടാലേ കൂടിപ്പോവും. സ്പൂൺ എടുത്ത് കൊടുത്തേര്. കേട്ടോ. ഓ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ ഞങ്ങള്. ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ ഞാൻ ഒഴിക്കാന്നേ. ഇന്ന് നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് കിടക്കണ്ടേ, അല്ലെ നമ്മൾ ഇന്നെങ്കിലും കിടക്കൂല. വേണ്ട, ഇനി ഒഴിക്കില്ല, ഇനി ഒഴിക്കില്ല. ഇതിപ്പോ വന്ന് ഒട്ടകത്തിന് ഇടപെടുത്ത. ഓ ഞാനാണോ വലുതാകാനുള്ളേ? അതെ. അപ്പം അതെ, ഉപ്പും മുളകും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കിയെടുത്തു, യോജിപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ആവോലിയിലേക്ക് തേച്ച് കൊടുക്കാം. ഒരാവോലിയേ കിട്ടിയുള്ളൂ ഇന്ന്, അവിടെ ഒരാവോലിയേ വന്നുള്ളൂ. അതെ അതെ. സൂര്യാമ്മ അവിടെ ഓഫീസ് ജോലിയില്ല, ഭയങ്കര ബിസി അല്ലേ കുഞ്ഞിക്കിളി? ഈ നല്ല പോലെ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ കഴുകിയിട്ട് വരട്ടെ. എനിക്കും. ഇനി നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, മീൻ തോരൻ അങ്ങ് വെക്കാം. അപ്പോൾ അതേ മൺചട്ടിയൊക്കെ വെച്ചു, മൺചട്ടിക്കകത്തോട്ട് മീനിട്ടു, നമ്മുടെ ചാള മുറിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം മത്തിത്തോരൻ. അതെ. അപ്പോൾ അതെ, മത്തിത്തോരന് വേണ്ട സാധനങ്ങളാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കണ്ടോ, കുറച്ച് സവോള കൊത്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ഇടാം. തീ കത്തിച്ചില്ലേ? തീയൊക്കെ കത്തിക്കാം, ഇത് കഴിഞ്ഞിട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പില ഇടാം. ഇത് നമ്മുടെ മുറ്റത്തെ കറിവേപ്പിലയാണ്. ഇന്ന് കറി വെക്കാനും മീൻ വെട്ടാനും ഒക്കെ എത്ര പേരാ സഹായിക്കാൻ. അതെ അതെ. ആന്റിയമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നതെന്ന്. കണ്ടോ, കൊച്ചിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിചാരം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കുടംപുളി, ഇത് ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 3-4 കഷ്ണം ഇട്ട് ഇത്തിരി കുടംപുളിയുടെ നീരും കൂടെ ഒഴിക്കാം. ഇതൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കാതാണോ ചെയ്യുന്നത്? ഇതെല്ലാം ഇട്ടിട്ട് അടുപ്പ് കത്തിച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ലേശം വെള്ളം കൂടെ ഒഴിക്കാവേ, നല്ല അടിയിൽ പിടിക്കണ്ട. അപ്പം ലേശം വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് അരച്ചുകൊണ്ട് വരാം. ഇത്ര മതി, പിന്നെ അടച്ച് വയ്ക്കാം. ഇത്ര ഉള്ള പരിപാടി അല്ല, ഇതിൻ്റെ അരപ്പ് ചേർക്കണം. ഇനി ഇത് അരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇത്. ഇതുണ്ടോ, ഇത് തേങ്ങ ചിരണ്ടിയത്, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ലേശം ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം മതി അരയ്ക്കാൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അതെ, അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നു. എന്താ എനിക്ക് പറയണ്ടേ? ഇടാന്നോ? ഇനിയിപ്പം ഞാൻ ഇട്ടോളാം. ഇതൊക്കെ അടുപ്പയിലൊക്കെ പണിതാലേ കൈയൊക്കെ പൊള്ളും. ഇച്ചിരൂടെ വലുതാവട്ടെന്നേ. അതാ പറഞ്ഞ പുകയൊക്കെ അടിക്കും മാറി നിൽക്കാന്. ഇത് വേണമെങ്കിൽ അരപ്പൊക്കെ ചേർത്തും വെക്കാം അല്ലേ അച്ഛമ്മ? പിടിച്ചോ, 2 പേരുടെ പിടിച്ച്. ഒന്നുമില്ല, നമുക്കിനി അടുത്ത മീൻകറി വെക്കാം. തോരൻ ഇങ്ങോട്ട് മാറ്റി വെച്ചത് അവിടെ ഇരുന്ന് വേവട്ടെ. തീയൊക്കെ കുറച്ച് വെച്ച് നമുക്കിനി അയല കറി വെക്കാം. ലാസ്റ്റാണ് നമ്മുടെ ഫ്രൈ ഒക്കെ വെക്കുന്നത്. പീസ്
അയ്യോ ഇടികല്ലെടുത്തില്ലല്ലോ അച്ഛമ്മ. ഞാൻ ഇടിക്കാം. കുഞ്ഞിക്കിളി പോയി ഇടികല്ലെടുത്തോണ്ട് വാ. ഞാൻ ഇടിക്കാം. പോയി ഇടിച്ചിട്ട് കേട്ടോ. ഇടിക്കണ്ട, എടുത്തോണ്ട് വാ, നമുക്ക് ഇവിടെ വെച്ച് ഇടിക്കാം. ഞാൻ ഇപ്പോഴൊക്കെ എന്നും മീൻകറിയൊക്കെ കൂടുന്നോണ്ട് മീൻകറിക്ക് ഒന്നും ഒരു വില. ഒരു വിലയില്ല. അതെ പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ കോർത്തോട്ടിലൊക്കെ താമസിച്ചപ്പോഴേ അന്നേരം മീൻകാരൊന്നും അതിലേ വരത്തില്ല. അന്ന് അച്ഛമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ ബസ്സുണ്ടോ? ബസ്സില്ല, അതുകൊണ്ട് പച്ചമീൻകാരൊന്നും ഇല്ല. വല്ലപ്പോഴും ഒക്കെ കടലിലെ ഉണക്കമീൻ മാത്രം കിട്ടും. അതിനൊക്കെ എന്താ ടേസ്റ്റ്? അതെ, അതിനൊക്കെ എന്താ ടേസ്റ്റ്. ഇപ്പം പച്ചമീനിന് പോലും നമുക്ക് ടേസ്റ്റ് ഇല്ല. ഇപ്പൊ എന്നും ഇഷ്ടം പോലെ പച്ചമീൻകാരത് മുറ്റത്തൂടെ ഒക്കെ വരുമല്ലേ, നേരം വെളുക്കുമ്പോഴേ കച്ചവടക്കാര്. പിന്നെ ആകെ പച്ചമീൻ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ആറ്റിലെയും തോട്ടിലെയൊക്കെ മീനല്ലേ? അതെ, ആറ്റിലൊക്കെ പോയി പിടിക്കുന്ന മീനാ. അതെ, മഴക്കാലമൊക്കെ ആകുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെയായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ പപ്പായൊക്കെ വലയിടാൻ അന്നേരം വലയിട്ട് ഊത്ത ഇഷ്ടം പോലെ മീൻ പിടിച്ചോണ്ട് വരും. പിന്നെ ആറ്റിലൊക്കെ പോയി ചൂണ്ടയൊക്കെ ഇടും. പക്ഷെ അന്നത്തെ ഉണ്ടല്ലോ നമ്മള് ആ മീനിന് ഭയങ്കര ടേസ്റ്റായി. ഞാൻ ഓർക്കുന്നു നമ്മുടെ കോരത്തോട്ടിലെ അഴുതിയാറ്റിലെയൊക്കെ മീനൊക്കെ പപ്പായൊക്കെ പിടിച്ചോണ്ട് വന്ന് വറുത്തൊക്കെ. അതെ, വേനൽക്കാലത്ത് അങ്ങനെ പിടിച്ചോണ്ട് വരും. പിന്നെ ആ മീൻ ഉണങ്ങും. അതിനൊക്കെ നല്ല ടേസ്റ്റുവാ. അതെ, നമ്മുടെ മീൻകറിക്കുള്ളത് എണ്ണയൊക്കെ ചൂടായി കടുകും ഉലുവായും ഇട്ടു. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പില. ഡാമി മാറിയിരുന്നു, അതാ ഞാൻ പറഞ്ഞേ മേത്ത് തെറിക്കുന്നു. അപ്പോൾ ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ. നല്ല വേണോ? എൻ്റെ മീൻകറി പോയ അച്ഛമ്മേ എവിടെ പോയത്? അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മീൻകറി വെക്കുമ്പം കൂടുതലും മുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ, മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല. മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത മണം വരുന്നുണ്ടോ അച്ഛമ്മ? മൂത്ത ഒരു സ്മെല്ല് വരണം, അന്നേരം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ പുളി ഇടാതെ മീൻകറി വെച്ചേനെ. പുളിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പുളി ഇട്ടില്ല. ചിറ്റയുടെ വർക്കെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ വേഗം കുറച്ച് മുളക് പുരട്ടിക്കും മീനിലോട്ട്. പുളി ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ അരപ്പിന്. ഇതിന് നല്ല പുളിയുണ്ടല്ലോ അച്ഛമ്മ. ആയിരിക്കട്ടെ. അരപ്പൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ മീൻതോരൻ വേകാറായി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോഴാണ് മീൻതോരന് ടേസ്റ്റ് ആവുന്നത് അല്ലേ അച്ഛമ്മ? അതെ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ വേണോ അല്ലേ? അതിന് മീൻ ഇട്ടില്ല അല്ലേ ചേച്ചി? അതെ അതെ, മീൻ ഇട്ടില്ല. ഒരാളവിടെ കിടക്കും. അതാ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോകാതിരിക്കാൻ വേഗം ഇത് അടച്ച് വെച്ചേക്കാം. ഇതിൽ മീൻ ഇടാറായല്ലോ. മീൻ ഇട്ടേക്കാം. അത് സൈഡിൽ മാറ്റി വെച്ചതാ കറി വെക്കാനുള്ള മീനും. പൊള്ളിക്കണ്ടേ മീനിനി? അതും പൊള്ളിക്കണം. ഒത്തിരി മീൻ വേണ്ടല്ലോ അല്ലേ? കറി കുറച്ച് മതി. അപ്പോൾ അതെ, നമുക്കിനി മീൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതാണ് നമ്മുടെ മത്തിത്തോരൻ. അപ്പോഴേ ഈ മുളക് കൂടെ പുരട്ടി വെക്കാം നമുക്ക്. മീൻകറി ഇപ്പോൾ റെഡിയാകും കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചേച്ച് എൻ്റെ കൈ ഇത്തിരി പൊള്ളിയിട്ടുണ്ട്. ഈ ചട്ടിക്ക് നല്ല ചൂടാണ്. ഈ ചട്ടിക്കല്ല, ഈ തോരൻ വെച്ച ചട്ടിക്ക്. എൻ്റെ കൈയും പൊള്ളി. അത് പെട്ടെന്ന് ചൂടാവും ആ ചട്ടിയെ. അതെ, മീൻകറി റെഡിയായെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞും അയലയായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. മീൻകറിക്ക് എന്നാണേലുവേ നല്ല അടിപൊളി പുളിയാട്ടോ. ഞാൻ ഓർത്തതിന് പുളി കുറവായിരിക്കുന്നത്, പുതിയ പുളിയായിരുന്നു. അതാ നല്ല ഉറയുള്ളതാന്ന് തോന്നുന്നു. ഞങ്ങൾ കറി വെച്ച് തീരാറായി.
അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് മീൻകറിയൊക്കെ വെക്കുമ്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം. കടുക് പൊട്ടിച്ചിടുന്ന ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ കിടിലൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. ദാമിക്കുട്ടി പറഞ്ഞ പോലെ സൂപ്പറാണല്ലേ? ഞാനെങ്ങനെയാണ് പറയുന്നത്, കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മീൻകറിയും കൂടെ വാങ്ങി വെക്കാം അല്ലേ? എന്നാ പരിപാടി? ഞങ്ങളിത് ഇന്ന് സ്പെഷ്യൽ മീൻകറിയൊക്കെ ഉണ്ടാക്കുക. മീൻകറിക്ക് വലിയ സ്പെഷ്യലൊന്നുമില്ല, പക്ഷേ ഞങ്ങളിന്ന് നമ്മുടെ ലോലോ ഇങ്ങനെ വെറുതെ കിടക്കുകയായതുകൊണ്ട് കിച്ചൺ ഇങ്ങോട്ട് മാറ്റി. ഇവിടെ വെച്ചാണോ കുക്ക് ചെയ്തത്? എന്തേ ബാക്കി ആൾക്കാർ? ബാക്കി ആൾക്കാരൊക്കെ അകത്തുണ്ട്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. മീൻ കറിയാണോ അതോ? അത് ഇത് മീൻ കറി, അത് മീൻ തോരൻ. പിന്നെ ഇനിയുണ്ട് ഇത് കുക്കറിനകത്ത് വെക്കാനുള്ള ഈ മീന് കുക്കറിനകത്ത് വെച്ച് വറക്കും. ഇതെന്ത് ചെയ്യണം, ഞങ്ങൾ ഇത് അങ്ങനെ വെക്കാന്ന് ഓർത്തു. പിന്നെ ഓർത്തു ഇത് അല്ലാതെ എണ്ണയ്ക്കകത്ത് വറുത്താൽ മതിയോ? ചേട്ടായുടെ പ്ലാൻ പോലെ. ചേട്ടായിക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടം? ഞങ്ങൾ അത് കുക്കറിനകത്ത് വെച്ചിട്ട് പിന്നെ അതിനകത്ത് വെച്ചിട്ട് തേങ്ങാപ്പാലും പുളിയൊക്കെ ഒഴിക്കും. ഇത് കറി വെച്ചാലും വറുത്താലും കുഴപ്പമില്ല. ഇത് വറക്കാനാണ് പുരട്ടി വെച്ചത്. അത് എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കണോ വാഴയില ചുമ്മാ വെച്ചിട്ട് അതിനകത്ത് കുക്കറിനകത്ത് വറക്കണം. അപ്പം ഞങ്ങൾ കുക്കറിനകത്ത് വെച്ച് വറക്കുന്നത് അത് അങ്ങനെയാണ് ഞങ്ങൾ ഇത് വറക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ തേങ്ങാപ്പാലും പുളിയൊക്കെ ഒഴിക്കും. അത് വേണോ അതോ ചുമ്മാ എണ്ണയ്ക്കകത്ത് വറുത്താലും മതി? അതെ, പ്ലാൻ മാറ്റി കേട്ടോ. എങ്ങനെയും വറുത്ത് നിങ്ങളെ ഐഡിയക്ക് മതിയോ? പ്ലാൻ മതി. പ്ലാൻ മാറിയെന്ന് പറഞ്ഞാൽ പാ മതിയെന്ന്. അയ്യോ, ഇത് മുത്തുച്ചേച്ചൻ ചേച്ചൂട്ടിയൊക്കെ എന്തേ? ആണോ? എല്ലാരും ഭയങ്കര മീൻവെട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. മൊത്തം മീനും വെട്ടിയോ? ഇല്ല, കുറച്ച് വെച്ചിട്ടുണ്ട്. രാമിക്കുട്ടിയാണെങ്കിൽ ഇവിടെ മീൻ കറി വെക്കാൻ സഹായിക്കുമായിരുന്നു അല്ലേ? കസേര എടുത്തോണ്ട് പോയി? ആരെടുത്തോണ്ട് പോയി? ചേട്ടാ വഴക്കുണ്ടാക്കുന്നത് അല്ലേ? ആണോ? പരാതിപ്പെട്ടിയാ. അല്ല, ഇന്ന് മീൻ മേടിക്കാൻ പോയോണ്ട് രണ്ടുപേരും ഓഫീസിലോട്ട് വന്നില്ല. സൂര്യൻ മുത്തും. അതെ, ഞാൻ പക്ഷെ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു. ഇപ്പഴേക്കും ഇറങ്ങി വന്നു. ഞങ്ങള് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ നിയന്ത്രിച്ചു. എന്നാലേ വേഗം കുളിച്ചിട്ടോ. അതെ, മീൻകറി മീൻ വറുത്തതും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ടത്തിനുള്ള ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല. ചപ്പാത്തിയാണോ? ഇന്ന് മീൻ മാത്രം തിന്നെ. ഇനിയിപ്പോ കുറച്ച് ദിവസം അങ്ങനെ ആകാ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയില്ല, മറന്നുപോയി. പൊറോട്ട ഇല്ല. ഞാൻ ജോലി ചെയ്തു. എൻ്റെ അമ്മച്ചി. അപ്പോൾ എന്നാൽ പിന്നെ ആദ്യം ഈ മീൻ അങ്ങ് വറുത്തേക്കാം. വേഗം കുളിച്ചിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ മീൻ വറുത്തത് തരാം. ചൂട് മീൻ വറുത്തത്. അതെ, ചൂട് എണ്ണ ഒഴിച്ചോ? വലിയ മീനല്ലേ? എണ്ണ നല്ലപോലെ മീൻ നല്ലപോലെ മുങ്ങിക്കിടക്കട്ടെ. കടലിൽ മുങ്ങിക്കിടന്ന പോലെ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്നോട്ടെ. രാജേഷ് ബ്രോ ഞാൻ പറയുന്നത് എപ്പോഴും എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്. ഇച്ചിരി എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല. അയ്യോ, എന്റെ അച്ഛൻ വഴക്കുണ്ടാക്കിക്കോട്ടെ. കുഴപ്പമില്ല. ഞങ്ങളും വഴക്കുണ്ടാക്കും, അത്രേ ഉള്ളൂ. കറക്റ്റ് പാത്രമായിരുന്നു അല്ലേ? അതെ അതെ. ഇതിനകത്തെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. കുക്കറിനകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണല്ലോ. ഇങ്ങനെയൊക്കെയാ. അതെ, പരീക്ഷണമല്ല. ഞങ്ങളിന്നേ കുക്കറിനകത്ത് വാഴയിലൊക്കെ വെച്ച് ഞങ്ങൾ മീൻ പൊള്ളിക്കും. ഇതിനധികം എണ്ണയൊന്നും വേണ്ട. എണ്ണ ഒഴിച്ചോ അതിനകത്ത്? ലേശം. മുങ്ങിയൊന്നും കിടക്കണ്ട, ജസ്റ്റ് ഒന്ന് പെരട്ടിയാൽ മതി. ഇതുപോലെ സൂര്യാണോ അതിന്റെ ആള്? രണ്ടുപേരും കൂടിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പരീക്ഷണമാണ്. ഇതായിട്ട് മോളി വെക്കാണോ അതോ? അല്ലല്ല, ഒരു ലെയർ വെക്കുന്നുള്ളൂ. മതി. ഈ പരീക്ഷണം പാളിപ്പോയാലും കുറച്ചല്ലേ പോകത്തുള്ളൂ. ഇതൊന്നേ ഉണങ്ങണമെങ്കിൽ വേഗണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അതായത് മുളക് മൊത്തം എണ്ണ മൊത്തം കുടിക്കുമെന്ന് തോന്നുന്നു.
അപ്പോൾ മീനൊക്കെ നമ്മൾ വെച്ചല്ലേ വാഴയിലയുടെ മുകളിൽ എണ്ണയൊക്കെ പറ്റി. ഇനിയിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതും പിന്നെ കുറച്ച് കുടംപുളി നല്ലപോലെ പിഴിഞ്ഞെടുത്തതും. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. പിന്നെ ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് ഞങ്ങളെ തേങ്ങാപ്പാലിൻ്റെ അകത്ത്. അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കാം. പുരട്ടി വെച്ചത് ഉപ്പിട്ടാണ്, പിന്നെ തേങ്ങാപ്പാലിനകത്തും കുറച്ച് ഉപ്പ് കൂടി. അപ്പോൾ ഇനി അത് എത്ര നേരം ഇരിക്കണം? ഒരു വിസിൽ മതി. ആ, അപ്പോൾ നമ്മുടെ മീൻ തിരിച്ചിടാം നമുക്ക്. തിരിച്ചിടണേ, സൂക്ഷിച്ച് തിരിച്ചിട്ടില്ലേ. കണ്ടത് അത് ഞാൻ എണീറ്റൊന്നുമല്ല, ചിലപ്പോൾ എൻ്റെ മുഖത്തിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്തേക്കാം. അപ്പോൾ അതായത് നമ്മുടെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പൊള്ളിച്ചില്ലേ? ഇങ്ങനെ ഇന്ന് ഞങ്ങൾ പൊള്ളിച്ചു. അച്ഛ പറഞ്ഞു ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു. ബാക്കിയത് കുക്കറിനകത്ത് പൊള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിയാവും. ഇപ്പോഴേ നമ്മുടെ കുക്കർ ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുക്കർ ഫ്രൈ ഒരു ചെറിയ പരീക്ഷണമാണ്. ഡ്രൈ അല്ല കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് ഗ്രേവി പോലെ അല്ലേ? ഇത് മീൻകറി പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെ പൊള്ളിച്ച വ്യത്യാസമാണിത്. ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഇത് വാഴയിലേക്കകത്ത് പൊള്ളിക്കുന്നത്? വാഴയിലേക്കകത്ത് അല്ലാതെ പൊള്ളിക്കല്ലേ, എന്ന് പറഞ്ഞ പോലെ പൊള്ളിച്ചതല്ല. അത് കുറച്ച് ഡ്രൈയും കൂടെ ആക്കിക്കോ, ഇത്തിരി പേരളം പോലെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് താൻ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആക്കാൻ വെച്ചത്. ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിൻ്റെ ആ ഗ്രേവിക്കാണ് ടേസ്റ്റ്. എന്നാൽ അത് മതി, നിർത്തി. വാഴയിലയുടെ ഒക്കെ ഒരു മണം വരുന്നില്ലേ? ആ, സ്മെല്ലുണ്ട് കേട്ടോ. ആ പുളിയുടെ ഒക്കെ ഒരു മണമുണ്ട്, വേറൊരു സ്മെല്ലതിന്. അപ്പോൾ ഇന്നത്തെ വണ്ടിയിലെ കലാപരിപാടികളെല്ലാം ലോയിലെ കുക്കിങ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ കിച്ചൺ വൃത്തിയാക്കണം. ഓ, എല്ലാവരെയും വിളിച്ചോണ്ട് പാത്രമൊക്കെ എടുത്തോണ്ട് എല്ലാം ഇനി അടുത്ത അടുക്കളയിലോട്ട് മാറ്റാം. ഉടനെ തന്നെ ഒരു ട്രിപ്പ് പോകണം. കുറച്ച് ദിവസമേ ലോറിയെ പോകാതിരുന്നിട്ട് എന്തോ വിഷമം പോലെ. കുറേ ദിവസം കഴിയുമ്പോൾ ഭയങ്കര ഇത് തോന്നും. ഞാൻ തിരുമ്പോൾ വണ്ടി ഇങ്ങനെ മാറ്റിയിടാൻ വേണ്ടി ഇപ്പോൾ കയറിയില്ലേ, അപ്പം ഞാനും ആലോചിച്ചു നമ്മളൊരു ട്രിപ്പ് പോയിട്ട് കുറേ ആയില്ലേ. അതെ അതെ, അത് തന്നെയല്ല എന്നുവെച്ചാൽ ഈ കുറേ ദിവസം കൂടിയിട്ട് ലോറിയെ കുക്ക് ചെയ്ത് കഴിക്കുമ്പം ഇന്നെനിക്ക് അതേ ഒരു ഫീലിങ്സ് തോന്നി. ഇന്ന് നല്ല ചൂടും ആവിയൊക്കെ എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും അങ്ങനെയാണല്ലോ. ആ ഒരു അനുഭവം കിട്ടി. അതെ അതെ, ആ ഒരു ഫീലിങ്സ് കിട്ടിയെന്ന്. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ണാം. ചോറേ ഉള്ളൂ കേട്ടോ, ഇന്ന് ചപ്പാത്തി ഒന്നുമില്ല. അത് മതി, എല്ലാവർക്കും ഇച്ചിരിച്ചാൽ മതി. എല്ലാം ഉണ്ടാക്കി. അതെ, മത്തിത്തോരൻ, അയലക്കറി, ഇത് പിന്നെ പനിഞ്ഞീന മുട്ട, പനിഞ്ഞീൻ തോരൻ, നമ്മുടെ ആവോലി ഫ്രൈ, ഇത് അയല കുക്കറിൽ പൊള്ളിച്ചത്. ഈ കറി മതിയോ? അതെനിക്ക് വേണം, വലിയ മീൻ എനിക്ക്. അയ്യോ, ഇറങ്ങിപ്പോയല്ലേ. അത് ഈ രാത്രിയിൽ ഇറങ്ങിപ്പോലെ കേട്ടോ. ഓ, ശരി ശരി. ഓ, കണ്ടോ കണ്ടോ, കഴിച്ചോ കഴിച്ചോ. ശരിക്കും പറഞ്ഞാലേ മീനിന്റെ ഇത്രയും വിഭവങ്ങളുള്ളപ്പം ചോറ് വേണ്ട, അത് തന്നെ കഴിച്ചാൽ പോരെ? മതി. ആ, ചോറ് എങ്ങനെ കഴിക്കാൻ ഇതിന് ഇത്രയും? അല്ലെങ്കിൽ ഇതെല്ലാം കഴിക്കാൻ പറ്റിയല്ല. എല്ലാം കഴിക്കണ്ടേ, ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിച്ചാൽ മതി. അച്ഛമ്മയാണെ മീൻതോരൻ വെന്തത് മീൻതോരനും കൂട്ടി ഊണും കഴിച്ചു. അമ്മയുടെ കുക്കറിൽ പൊള്ളിച്ച അയല എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അത് മാത്രമാണ് പരീക്ഷിക്കാത്ത ഐറ്റം, ബാക്കിയൊക്കെ സ്ഥിരം കഴിക്കുന്ന. കുഞ്ഞിക്കണ്ണ ബാ. നല്ല നല്ലാണോ? അങ്ങനെയുണ്ടല്ലോ, കൂടുതൽ പുളിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്ന. പുളിയുടെ തേങ്ങാപ്പാലിൻ്റെ ചോറിനകത്തിട്ട് ഇളക്കി. എന്നാലും ഞാനും പൊന്നും മീൻ പൊള്ളിച്ചതിന് അത്രയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലേ? അതെ, ഏകദേശം. താങ്ക്സ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? മീനൊക്കെ അടിപൊളിയല്ലായിരുന്നോ? അല്ലേ, നല്ലല്ലായിരുന്നു. കുഞ്ഞിക്കിളിക്ക് വറുത്ത മീനായിരുന്നു ഇഷ്ടം, ആ വലിയ മീൻ ആവോലി അല്ലേ. ബാക്കിയൊന്നും കഴിച്ചില്ലേ? ചെമ്മീൻ മേടിച്ചില്ലോ? ഇച്ചിരി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മിക്സിനകത്ത് വന്നായിരുന്നു കുറച്ച്. അതെടുത്ത് വെച്ചിട്ടുണ്ടോ? നാളെ ശരിയാക്കാം, റെഡിയാക്കി വെച്ചേക്കാം. ഞാൻ മീൻ മാത്രം കഴിച്ചോളൂ, വേറൊന്നും കഴിച്ചില്ല. എനിക്ക് മീനൊക്കെ തന്നെ കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ശക്കല ചോറുണ്ടോ. അടുക്കള അടച്ചേക്കല്ലേ? അടുക്കളയൊക്കെ അടച്ചേരെ. വേറെ കുറ്റി മാത്രമേ, ഗ്യാസ് കുറ്റി മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല. അടുത്ത ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ
നമുക്ക് എടുത്ത് വയ്ക്കാം. അടുത്ത ട്രിപ്പ് എൻ്റെ വെക്കേഷൻ തുടങ്ങുമ്പോൾ. ആഹാ, അതല്ല, അതിന് മുമ്പ് ഞങ്ങൾ പോകും. ഇല്ല, അപ്പോൾ നിങ്ങൾ സമയത്തിന് വരത്തില്ല. അല്ല, അതിന് മുമ്പ് പോകും. വെക്കേഷൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ വരികയെന്നാണ് പറഞ്ഞത്. അതൊക്കെ വരും. അന്നേരത്തേനും നമുക്ക് ഇല്ലെങ്കിൽ മാർച്ച് മാസം ഫുള്ള് കിടക്കുന്നു. ഇല്ലെങ്കിൽ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി വന്നാൽ മതി. ഏപ്രിലും മെയ്യും അവധിയാണല്ലോ അല്ലേ? ആ, എന്ത് പെട്ടെന്ന് ഒരു വർഷം പോയെന്ന് നോക്കിയേ. ലഡാക്ക് പോയിട്ട് വന്നിട്ട് ഒരു വർഷം ഒരു വർഷമാകുന്നു. എന്നാ പിന്നെ കിടന്നുറങ്ങേക്കല്ലേ. പിന്നെ രാവിലെ ആയിട്ട് പോയതാ, അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് നീ കുളിക്കണം ചെന്നിട്ട്, എന്നിട്ട് വേണം കിടക്കാൻ. എനിക്ക് നല്ല ചൂടുണ്ട്. നല്ല ആവിയുണ്ട്. അതെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.